ഇതാണ് നമ്മുടെ പ്രേമത്തിലെ മറ്റേ വിമൽ സാർ ഇറങ്ങി വരുന്ന സ്ഥലം. ചേട്ടൻ നിന്നോ, നീ പണിയെടുക്കൂ. ഇതാണ് സുനിലേട്ടൻ. അതെ, ഫ്രീ ആയിട്ട് കിട്ടാൻ തല എഴുതിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? എല്ലാം കഷ്ടപ്പെടുത്ത് പണിയെടുത്തിട്ട് എനിക്ക് കിട്ടില്ല. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, റോസിനെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എൻ്റെ വീഡിയോ എന്ന്. ഞങ്ങൾ ഒരുമിച്ച് UC കോളേജ് പഠിച്ചാണ്. ഇപ്പം ഞാൻ 5 വർഷം അവിടെ പഠിച്ചിറങ്ങി. അവൾ UG പഠിച്ചു കഴിഞ്ഞു. കോളേജിനെ പറ്റിയൊക്കെ സംസാരിച്ച് വന്നപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീൽ, ഭയങ്കര മിസ്സിങ്. അപ്പം ഞങ്ങൾ ഓർത്ത് കോളേജ് വരെ ഒന്ന് പോകാമെന്ന്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ കോളേജ് UC കോളേജ് കുറേ സിനിമകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. പ്രേമത്തിലുണ്ടായിരുന്നു, നിഴലിലുണ്ടായിരുന്നു, പിന്നെ ഉയരയിലുണ്ടായിരുന്നു, ബസൂക്ക, മമ്മൂട്ടിയുടെ ഒരു ഫിലിമിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ കുറെ കണ്ടുപരിചയം ഉണ്ടാവും. പക്ഷെ ഞങ്ങളാണെങ്കിലും കയറുന്ന സമയത്ത് ക്യാമ്പസിനകത്ത് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. എക്സൈറ്റ്മെന്റ്. കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒന്നാമത് കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു കോളേജിൽ പോകണം എന്നുള്ള ചിന്ത മാത്രമേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാരണമൊക്കെ ഉണ്ടാക്കി കോളേജിൽ പോകും. അതെ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇന്നലെ ഞങ്ങളിങ്ങനെ ക്ലാസ്, ഇവളുടെയും ക്ലാസ് കഴിഞ്ഞു, എൻ്റെ ഓൾറെഡി കഴിഞ്ഞതാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചു എന്തായാലും ഒന്ന് കോളേജിൽ പോവാം എന്ന് പെട്ടെന്ന് തീരുമാനിച്ചു. നമ്മളിങ്ങനെ വിചാരിച്ചില്ല. അപ്പൊ പിന്നെ എന്തായാലും പോവല്ലേ, പിന്നെ നമുക്ക് ഇനി വീഡിയോ ഒന്നും എടുക്കും തോന്നുന്നില്ല. അത് മാത്രല്ല, ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഗേറ്റ് കണ്ടിട്ടുണ്ട്, പിന്നെ സിനിമയിലുള്ള അവിടെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഫുൾ ക്യാമ്പസ് നമ്മൾ കാണുന്ന അവിടെ പഠിക്കാൻ കയറുമ്പോഴാണ്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കാണിക്കാലോ എന്ന് ഓർത്തിട്ടാണ് കുറെ ആൾക്കാർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്യാമ്പസ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. നല്ല വലിയ ക്യാമ്പസ് ആണ്, നല്ല അടിപൊളി ക്യാമ്പസ് ആണ്. അപ്പൊ എന്തായാലും നമ്മൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളു. അപ്പം മാറി മാറിയൊക്കെ എടുക്കാം, എന്തായാലും പറ്റുന്ന പോലെയൊക്കെ കാണിക്കാം. അപ്പം നമുക്ക് കോളേജിൽ പോവാം. മാക്സിമം ഞങ്ങൾ ഞങ്ങളുടെ എഫേർട്ട് ഇട്ട് ചെയ്യും. ഓക്കെ. ഹായ് ദിലീപേട്ട. ഹായ്. ആണ് നമ്മുടെ സെക്യൂരിറ്റി ഓഫീസ്. അപ്പം നമ്മൾ കണ്ടതാണ് ദിലീപേട്ടൻ. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. അതെ, പാവം ചേട്ടൻ. ഇതാണ് നമ്മുടെ ക്യാമ്പസിലേക്കുള്ള മെയിൻ എൻട്രി. ഹായ് ഗൗതം, ഹൗ ആർ യു? ഡിപ്രഷനോ? അതെ, പറയൂ. താടി കൊടുത്തിട്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ ക്ലോസ് ആവാൻ പറ്റിയ 2 സീനിയേഴ്സ്. അത് ഈ ഗ്രൂപ്പ് സോങ് ടൈം ആണെങ്കിലും 2 മാസമൊക്കെ ഒരുമിച്ച് ഒരേ ഫാമിലി പോലെ നടന്നു. ആ ബോണ്ട് ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഗ്രൂപ്പ് സോങ്ങിന്റെ സമയത്തൊക്കെ ശരിക്കും കലോത്സവത്തിന് പോയപ്പോഴാണെങ്കിലും ഇപ്പം ക്രിസ്റ്റി, നീ, ആദർശ്, ഉണ്ണിമായ, ഞാന്, ഇവള്, റൂബൻ പറയണ്ട. റൂബൻ ഗ്രൂപ്പ് സോങ്ങിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയ്യോ പൊളിയായിരുന്നു മൊത്തത്തിൽ എല്ലാവരും. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമ്പസിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത്. ഇത് ലെഫ്റ്റ് കാണുന്നത് VMH ആണ്, ദാറ്റ് ഇസ് വർക്കി മെമ്മോറിയൽ ഹാൾ. ഇവിടെയാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്. പിന്നെ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അത് ഞാൻ അകത്ത് പോയി കാണിച്ചു തരാം. പിന്നെ അങ്ങോട്ടാണ് കച്ചേരി മാളിക, നമ്മുടെ മെയിൻ ബിൽഡിംഗ്. പിന്നെ ഇവിടെ സ്റ്റോറ്, NSSൻ്റെ ഓഫീസ്, NCCയുടെ ഓഫീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ കോളേജ് വരുമ്പോൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ റിപ്രോഗ്രാഫിക് സെൻറ്റർ, DTP. അവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനീഷേട്ടനുണ്ടാവും, പ്രശ്ന ചേച്ചി ഉണ്ടാവും. നമുക്ക് നോക്കാം. വാ, ഇതാണ് നമ്മുടെ അനീഷേട്ടൻ. ശരിക്കും ഹലോ എന്ന് പറ. ഓക്കെ, വാ, നമുക്കിനി അകത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ സ്ഥിരം സ്ഥലം. പ്രശ്ന ചേച്ചി ഹായ്. ജിത്തു ചേട്ടൻ ഹായ്. ഇവിടെയാണ് നമ്മൾ സ്ഥിരം ഇരുന്ന് വെറുതെ വായി നോക്കുന്നത്. ഞാൻ കോളേജിലുള്ള സമയത്ത് ശ്രേയനെ എപ്പോൾ വിളിച്ചാലും ശ്രേയ DTPയിലായിരിക്കും. എന്താണ് ശ്രേയ DTPയുടെ പ്രത്യേകത? DTPയുടെ പ്രത്യേകത ഇവിടെ വന്ന് നമുക്ക് എന്തും സംസാരിക്കാം. എന്നിട്ട് കേൾക്കാം. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കും, നമ്മൾ കുറച്ച് സംസാരിക്കും, അനീഷേട്ടനും വന്ന് സംസാരിക്കും, പ്രശ്നത്തേക്കും സംസാരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നിഷേട്ടാ ഒന്ന് പറ. നിഷേട്ടാ തിരി പൂക്കളും കായുള്ള ഷർട്ട് ഇട്ടല്ലേ ചിരിച്ചോ. ഇവിടെ ബിരിയാണിയും ഫുഡിനും ചർച്ചയാണ് ഗൈസ്. ഫ്രീ ആയിട്ട് തലയിൽ എഴുതിയിട്ടില്ല.
ഫ്രീ ആയിട്ട് കിട്ടാൻ തല എഴുതിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? എല്ലാം കഷ്ടപ്പെടുത്ത് പണിയെടുത്തിട്ട് എനിക്ക് കിട്ടുള്ളൂ. അല്ല, പണിയെടുത്തില്ലേ പൈസ കിട്ടുള്ളൂ. ചുമ്മാ ഇരുന്നാ വരുമോ? അതെ അതെ, റോസ് കൂടെ ഉണ്ടായിരുന്ന സ്കോളർഷിപ്പ് റോസ് പറഞ്ഞില്ല. എനിക്കറിയില്ലല്ലോ. മനുഷ്യൻ എന്നെ വെച്ച് പറയണ്ടേ എന്തേലും ഉണ്ടെങ്കിൽ. ഒന്നും പറഞ്ഞില്ല. ചേച്ചി എന്താ പറയാനുള്ളത്? പറയൂ. ഒന്നും പറയാൻ ശ്രേയ പയ്യനെ പറ്റി എന്താ അഭിപ്രായം? അത് പറയൂ. അഭിപ്രായം. ഇതാണ് ഇനി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഈ വഴി പൊക്കോണ്ടിരിക്കുന്നത്. ഗൗതം പോവാണോ? ഓക്കെ ബൈ. എൻ്റെ കുട്ടി 3 ലക്ഷം പോയ വിഷമത്തിലാണ്. സാരില്ല, പോട്ടെ, എന്ത് ചെയ്യാന്. നമ്മുടെ സോളജി ലാബായിരുന്നു ഗൈസ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റ്. അത് മെയിൻ ബിൽഡിംഗ്, കച്ചേരി മാളിക. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. കയറാം. ഇവിടെ താഴെ സുവോളജിയാണ് കേട്ടോ. റൈറ്റിലേക്ക് പോയ ബോട്ടണി ലാബുകളുണ്ട്, കുറേ PhD ഒക്കെ റിസർച്ചൊക്കെ. അപ്പുറത്തേക്ക് സുവോളജി. മേളിലാണ് നമ്മുടെ ബോട്ടണി. കയറാം. കോഴ്സ് കുറേ നാളിന് ശേഷമാണ് ഗൈസ് കോളേജിൽ വരുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ PG ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം. ഒരു മിനിറ്റ്, ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഇല്ല, ആരുമില്ല. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇയർ PG MSCയിലെ ക്ലാസ് റൂം. എൻ്റെ സീറ്റ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? റോസ് പോൾ അല്ല, എൻ്റെ സെക്കൻഡ് ബെഞ്ച് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സെക്കൻഡോ തേർഡോ ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ MSc ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം. ഇനി അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് റൂം നോക്കാം. എന്താണെന്നറിയോ? യെസ്, ഇതൊക്കെ ഞങ്ങൾ ഡിഗ്രി ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത പരിപാടികളാണ്. ഞങ്ങളെടുത്ത ഫോട്ടോസ് ഇതൊക്കെ. യെസ്, ഇത് നമ്മുടെ ജൂനിയർ അക്ഷയനെ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോസാണ് ഗൈസ്. നമ്മളുണ്ടായിരുന്ന വർഷമായിരുന്നു ഈ RTO ബൊട്ടാനിക് എന്ന് പറയുന്ന വർക്ക്ഷോപ്പ്, ഗ്രീൻ ആർട്ട് ഷോപ്പ് തുടങ്ങിയത്. ഇതേ ലോഗോ, നമ്മളുണ്ടാക്കിയ ലോഗോ. ഈ നേരെ കാണുന്നതാണ് നമ്മുടെ ഡിഗ്രി ക്ലാസ് റൂം. അത് പൂട്ടിയിരിക്കുകയാടാ. ഇരിക്കാം, നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ക്ലാസ് റൂം. ഹായ്, നമ്മുടെ കുര്യൻ ചേട്ടൻ സ്റ്റാഫാണ്. ഓക്കെ, ആരുടെ ഫോണത്? അഭിരാമിൻ്റെ ആയിരിക്കും. ഓക്കെ, അഭിരാം. ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ. ഒന്നും പറയാനില്ലേ ശ്രേയ? ഇത് നമ്മുടെ സെമിനാർ എടുക്കുന്ന സ്ഥലം. എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് സെമിനാർ എടുക്കും. ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട കുര്യൻ ചേട്ടനും റിയ ചേച്ചിയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണിത്. ഇതായിരുന്നു നമ്മുടെ ഡിഗ്രിയുടെ ക്ലാസ് റൂം, BSc ലാബ്. ഇവിടുത്തെ എന്തെങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗൈസ്, ഇതാണ് നമ്മുടെ HODയുടെ റൂം. നമ്മൾ ഓരോ പീരീഡ് കഴിയുമ്പോഴും വരുമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഓരോ അവർ കഴിയുമ്പോഴും സാറിൻ്റെ പുറകെ ഓടും. ഫുള്ള് നമ്മൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വരുമായിരുന്നു. അസോസിയേഷൻ്റെ കാര്യമോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വരും. ലാബ്, ഇത് നമ്മുടെ സ്റ്റാഫും അടച്ചിരിക്കുക. ടീച്ചേഴ്സ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും പോയിന്നുണ്ടായിരുന്നു. ജസ്റ്റിൻ സാർ, അനുമിസ് ഉണ്ടായിരിക്കും. ഇത് കണ്ടു ഗൈസ്. ഡീറ്റെയിലിംഗ് കണ്ടോ? ഹെർബേറി അല്ലേടാ? അവിടെയൊക്കെ ഉണ്ട് കുറേ. പറയൂട്ടി. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ 5 വർഷമായിട്ട് പഠിച്ച ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ കുറേ ഓർമ്മകളുണ്ട്. കുറേ കരഞ്ഞിട്ടുണ്ട്, കുറേ ചിരിച്ചിട്ടുണ്ട്, കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ട്,
3 വർഷം റോസിലൂടെ ടെൻഷൻ അടിച്ചു, പിന്നെ 2 വർഷം ഞാൻ ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചു. പക്ഷെ എല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാ ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ഞാനിപ്പോൾ പരിപാടി സ്വരലയ അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും തിരിച്ച് വരുമ്പോൾ ക്ലാസ്സിൽ ആരെങ്കിലും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാ കാര്യത്തിലും നോട്ട്സ് എക്സാം എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. സോ മെമ്മറബിൾ ആയിട്ടുള്ളൊരു 5 വർഷമായിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കുക, ലൈക്ക് നിനക്ക് ഡിഗ്രി എന്നുള്ളൊരു ഇതിന്ന് പി ജിയിലേക്കുള്ളൊരു ട്രാൻസിഷൻ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? നല്ല ഓർമ്മകളുണ്ടാവും, ലൈക്ക് നിനക്ക് സാഡ് ആയിട്ടുള്ള ഓർമ്മകളുണ്ടാവും? ഉണ്ട്, കാരണം അത് 5 വർഷം എനിക്കറിയാം ഞാൻ നിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തെന്നാലും ആദ്യം നിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരാളിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കോളേജ് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയാലും നീ ഉണ്ടല്ലോ ക്ലാസ്. ഞാൻ ടോക്സിക് ആയതുകൊണ്ടല്ലോ കേട്ടോ, നമ്മൾ അങ്ങനെ ആയിരുന്നു പൊതുവേ. നീ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് നിൻ്റെ അടുത്ത് എല്ലാം ചോദിക്കാം, ക്ലാസ്സിൽ എന്താ സംഭവിക്കണം അതൊക്കെ എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ പിന്നെ പുറത്ത് എനിക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ബന്ധം നീ വഴിയായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് പുറത്ത് ഭയങ്കര കമ്പനി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പി ജി കയറി കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനെ പോയി. പക്ഷെ നീ ഇല്ലാതായപ്പോൾ ക്ലാസ്സിലേക്കുള്ള ബാക്കിയായിട്ടൊക്കെ കമ്പനി ആയി വരാൻ എനിക്ക് ടൈം എടുത്തു. പക്ഷെ അതായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാവരും കമ്പനി. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിലും മോസ്റ്റ്ലി ലൈക്ക് ഞാനും ഒറ്റപ്പെട്ട് നിൽക്കും. ഇപ്പം എന്തെങ്കിലും പരിപാടിക്കാണെങ്കിലും ഞാനും തന്നെയായിരിക്കും, നീയും തന്നെയായിരിക്കും. നമ്മുടെ ക്ലാസ് ആയിട്ട് നമ്മൾ വലിയ ഒരു ബോണ്ട് ഉണ്ടായിരുന്നില്ല ചില സമയത്ത്. പക്ഷെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക്. അതാണ് അതിപ്പോ നീ കയറാത്തോണ്ട് ഞാനും കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. നല്ല അടിപൊളി. ബട്ട് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് അല്ലാണ്ട് കോളേജിൽ അതുകൊണ്ട് ഭയങ്കര മെമ്മറീസ് ആയി. ഡിഗ്രി സമയത്ത് കയറാണ്ട് എനിക്ക് സ്വരലയുടെ പ്രോഗ്രാം, സെന്റിനറി വിസ്റ്റ അങ്ങനെ. അയ്യോ, സെന്റിനറി ലൈക്ക് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു മേജർ പാർട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ പരിപാടിക്കും കോളേജിലെ കുറെ പരിപാടിക്കും അസോസിയേഷന്റെ പരിപാടി അങ്ങനെ കുറേ ഇൻവെസ്റ്റ് ചെയ്തു ടൈം. നല്ല എക്സ്പീരിയൻസ് ആണ്. അതാണ് ഇപ്പൊ ഒരു പരിപാടി നടത്താനും കഷ്ടപ്പെടാൻ എക്സിബിഷൻ എങ്ങനെ സെറ്റ് ചെയ്യണം അത് എന്നെക്കാളും കൂടുതൽ ഡിപ്പാർട്ട്മെന്റിലെല്ലാം റോസ ചെയ്തിരിക്കുന്നത്. ഞാൻ പുറത്തുള്ള കാര്യങ്ങൾ ചേർന്നു. അപ്പൊ അങ്ങനെ പക്ഷെ എല്ലാത്തിനും കയറാൻ പറ്റില്ല. നമ്മുടെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ആദ്യം ചെറുതായിട്ടൊക്കെ വഴക്കുറയെങ്കിലും പിന്നെ അവര് നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യും. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഡിഗ്രി കയറിയിട്ടില്ല എന്ന് ആ ടീച്ചേഴ്സിനെ കാണുമ്പോൾ അറിയാലോ. പി ജി ആകുമ്പോഴാണ് ഞാൻ കയറി തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഡിഗ്രിക്ക് കയറിയിട്ടില്ലാത്തതിൻ്റെ ഉണ്ടെന്നുള്ളത്. പക്ഷെ എന്നാലും അവർ സപ്പോർട്ട് ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത് തന്നു. എനിക്ക് പുറത്ത് പരിപാടി ഉണ്ടെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ബട്ട് സ്റ്റിൽ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. മേ ബി നമ്മൾ ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയ പേടി മനസ്സിലുണ്ട്. ലൈക്ക് ദൈവമേ ക്ലാസ്സിൽ കയറിയിട്ടില്ല, ഇനി മാർക്കും കൂടെ കുറഞ്ഞ ടീച്ചേഴ്സ് എന്ത് പറയും. ആ സമയം നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് ഇട്ടു. കുറച്ച് നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതേ കൂടുതൽ നമുക്ക് പഠിക്കാൻ വയ്യ. അങ്ങനെ നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടു. എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാനും പഠിച്ചു, ഇവളെ കൊണ്ട് പറ്റാവുന്ന ഇവളും പഠിച്ചു. പക്ഷെ പി ജിയിൽ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ റോസ് എല്ലാ എക്സാമിനും ഡിഗ്രിയിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളൂ. പി ജി വന്നപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ചപ്പോൾ നമുക്ക് ഒരാളെ ഇരുത്തി പഠിപ്പിക്കാനില്ല. ഇപ്പോൾ പി ജിയിൽ ഞാൻ കോളേജ് സ്കൂളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പഠിച്ച് വന്ന കാരണം കോളേജിൽ കയറപ്പോൾ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി എന്നുള്ള മൈൻഡിലാണ് വന്നത്. പക്ഷെ ഇതുള്ളത് കാരണം എന്നെ ഇരുത്തി പഠിപ്പിച്ച് അതേപോലെ ആ ഫ്ലോയിലങ്ങ് പോയി. പി ജി ആയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ഡിഗ്രിയിലും പഠിച്ചു, പക്ഷെ പി ജിന് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാവും പേടിയായി. പക്ഷെ എന്നാലും ഇവിടെ ഫ്രീ ആകുമ്പോൾ ഇവിടെ എന്നെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ നിരഞ്ജന് വിളിച്ച് പഠിക്കും. അങ്ങനെ ഫ്രണ്ട്സ് ഭയങ്കര ചില്ലാണ്, എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. പഠിക്കാനാണെങ്കിലും ഇരുത്തി പഠിപ്പിക്കും, എല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഡിഗ്രി സമയത്താണെങ്കിൽ ഇത്രയും പേരുണ്ടായിരുന്നു. പക്ഷെ പി ജി എന്ന് പറയുമ്പോൾ നമ്മൾ 12 പേരേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബോണ്ട് ഭയങ്കരമായിരുന്നു എനിക്ക് പി ജിയിൽ. പിന്നെ നമ്മുടെ സ്റ്റാഫുകളാണെങ്കിൽ ലൈക്ക് നമുക്ക് എന്തെങ്കിലും ലാബിൽ ഇപ്പം ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അതെ, നമ്മൾ ക്ലാസ് കോളേജിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളിപ്പോൾ അഥവാ ഇങ്ങനെ നേരത്തെ വരുന്നെങ്കിൽ ഇവിടെ നിൽക്കും. ഇവിടെ നിന്നിട്ട് കഥകളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് ക്ലാസ്സിലേക്ക് പോവുക. ചേച്ചി ഞങ്ങളുടെ കൂടെ എവിടെയാണെങ്കിലും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ഭയങ്കര ചില്ലായിരുന്നു. റിയ ചേച്ചി, പിന്നെ പോളേട്ടൻ ഇപ്പോൾ പോയി, ജർമ്മനിയിലേക്ക് പോയി. അപ്പോൾ പോളേട്ടൻ, പിന്നെ പുഷ്പ ചേച്ചി, ഷൈനി ചേച്ചി, എല്ലാവരും നല്ല അടിപൊളി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫ്. എല്ലാവരും ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാവരും പറ്റി പറയാൻ 100 നാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടനി ഓർമ്മകൾ. ഇനി ബാക്കി ക്യാമ്പസിലേക്ക് പോകുമ്പോഴായിരിക്കും ബാക്കി അറിയാം. നോക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ബാ. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ വന്നത്, ഇപ്പോൾ പോകുന്നത് റൈറ്റിലേക്കാണ് കേട്ടോ. ക്യാമ്പസ് ഫുള്ള് കാണിച്ചു തരാം. അതാണ് ചാപ്പൽ. ഇതായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ചാപ്പൽ, ഇത് ഫെയർവെൽ ട്രീ.
ഫെയർവെൽ ട്രീ എന്ന് പറഞ്ഞാൽ അബീബിയാണ് കേട്ടോ. പക്ഷേ ഇത് ഫെയർവെൽ സമയത്ത് പൂക്കുന്ന കാരണം അത് നമുക്കിപ്പോൾ ഫെയർവെൽ ട്രീ ആണ്. അത് NR ബ്ലോക്ക്, ഇതാണ് NR ബ്ലോക്ക്, ഇത് കച്ചേരി മാളിക. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് ചാപ്പൽ. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ചാപ്പലിൻ്റെ സ്റ്റേഴ്സാണ്. ഇവിടെ ഞങ്ങൾ എപ്പോഴും വന്നിരിക്കുമായിരുന്നു. അതായത് നമ്മൾ ഡിഗ്രി എക്സാമിന് രാത്രി വരെ ഇരുന്ന് പഠിക്കും. രാത്രി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു രാവിലെ നേരം വിളിക്കുന്നവരെ ഇരുന്ന് പഠിച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ ശ്രേയ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ശ്രേയനെ കുത്തി എണീപ്പിക്കും. എന്ന് വെച്ചാൽ രാവിലെ ഫോണിൽ വിളിച്ച് എണീപ്പിക്കും. എന്നിട്ട് അവളെ കോളേജിലേക്ക് നേരത്തെ കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം പ്രൊഡക്റ്റീവായിട്ട് കിട്ടും. ഇപ്പോൾ ഉച്ചയ്ക്കായിരിക്കും മോസ്റ്റ്ലി UGക്കാരുടെ എക്സാം ഉച്ചയ്ക്കാണ്. ഉച്ച വരെ നമുക്ക് പഠിക്കാൻ സമയം കിട്ടും. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ കോളേജിലേക്ക് വന്നിട്ട് അത്രയും സമയം നമ്മൾ അത്രയും ദിവസം പഠിച്ച് റിവൈസ് ചെയ്യും. കാരണം നമ്മുടെ എൻ്റെ ഒരു ഷോർട്ട് മെമ്മറി നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ എഴുതൂല. അപ്പോൾ നമ്മൾ അത്രയും ദിവസം പഠിച്ച് റിവൈസ് ചെയ്യുന്നത് ഇവിടെ വന്നിരുന്നായിരിക്കും. ഇവിടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് അവിടെ ചാപ്പൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ലൈബ്രറി പോയിരുന്നു പഠിക്കായിരുന്നു. ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോൾ ലൈബ്രറി, കാരണം ഇവിടെയൊക്കെ ഫുൾ ക്രൗഡഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പോയിരുന്നു പഠിക്കുമായിരുന്നു. ചാപ്പൽ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഓഫ് മൈൻഡഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകും. പിന്നെ രാവിലെ നമുക്കിവിടെ പ്രെയർ ഉണ്ടാവും. ഞാൻ അതിനൊക്കെ വരുമായിരുന്നു. യൂഷ്വൽ ക്ലാസ്സൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് പ്രെയർ ഉണ്ടാവും, അങ്ങനെയൊക്കെ വരുമായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് സോങ്ങിന്റെ പ്രാക്ടീസ് ഇതിനകത്തുണ്ടായിരുന്നു. അത് രാത്രിയൊക്കെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇവള് PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് സോങ്ങിന് പോയപ്പോഴാണെങ്കിലും ഇവർ ഇതിൻ്റെ ഉള്ളിൽ മിക്കപ്പോഴും പ്രാക്ടീസ് ആയിരുന്നു. ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അധികം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ബാച്ച് PG ആയിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര നല്ല എക്കോ ആയിരുന്നു. ഭയങ്കര രസമാണ് ഇതിൻ്റെ ഉള്ളിൽ പാടുന്നതൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട്. പിന്നെ അപ്പുറം CC അല്ല BBC മറന്നുപോയി. റോസ് പോൾ ഈ സൈഡിൽ BBC, അപ്പുറത്താണ് CC. BBCയിലേക്കാണ് പോകുന്നത്. BBC മാറ്റിയത് കണ്ടിട്ടുണ്ടോ നീ? മാറ്റിയത് സെന്റിനറിയുടെ സമയത്തായിരുന്നു മാറ്റിയത്. ഇതാണ് ചാപ്പൽ. കമോൺ, അങ്ങോട്ട് പോയാൽ വേറെ മിത്രപുരം എന്ന് പറയുന്നൊരു ഹാളുണ്ട്. അത് പിന്നെ അത് ടാഗോർ ഹാൾ. അതെ, ആക്ച്വലി അത് കല്യാണ ഹാളൊക്കെയാണ്. പക്ഷെ നമ്മൾ എക്സാം എഴുതാനാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബാക്കിൽ. നിൽക്കുന്ന കെമിസ്ട്രി എനിക്ക് പിന്നെ PGയിലില്ലല്ലോ. ഡിഗ്രി സമയത്ത് ഞങ്ങൾ എക്സാമിന് ഇങ്ങനെ കയറാനായിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നിപ്പുണ്ട്. എൻ്റെ ദൈവമേ, ഏത് സോൾട്ട് കിട്ടും, ഏത് വോളിമെട്രി ആയിരിക്കും, അതൊക്കെ അത് ആ സമയത്ത് അങ്ങനെ ആയിരിക്കും. അതിപ്പോ പ്ലസ് 2 നമ്മൾ സോൾട്ട് കിട്ടുമ്പോൾ ഏതായിരിക്കും കിട്ടുന്നത് മണത്ത് നോക്കി അറിയാൻ പറ്റും, കണ്ടറിയാം. ഇപ്പം ആലോചിക്കുമ്പോൾ ഈസി ആയിരുന്നല്ലോ, എന്തിനാ ടെൻഷൻ അടിച്ചേ. പിന്നെ ടീച്ചേഴ്സ്, കെമിസ്ട്രിയുടെ ടീച്ചേഴ്സായിട്ട് നമുക്കൊരു ഭയങ്കര ആത്മബന്ധമായിരുന്നു. ശ്രേയക്കായിരിക്കും എനിക്ക് ഭയങ്കര ആത്മബന്ധം. കാരണം എൻ്റെ സ്വരലയുടെ സ്റ്റാഫ് കോർഡിനേറ്റർ മിനൂമസ് ആണ്. മിനൂമസ് ഇവിടുത്തെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പം ഞാൻ എപ്പോഴും PG ആകുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന മിസ്സിനൊക്കെ ആണ് പ്രോഗ്രാമിൻ്റെ ഡിസ്കഷൻ, പെർമിഷൻ, സൈൻ മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ വന്ന് ആക്ച്വലി സ്റ്റാഫ് റൂമിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ വന്ന് എല്ലാവരുമായിട്ട് കമ്പനി, സാറ്, നീതു മിസ്, സ്മിത മിസ്, സിനി മിസ്, അങ്ങനെ എല്ലാവരുമായിട്ട് അവിടെ പോകുമ്പോൾ സംസാരിക്കും. നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും പറയും, ഇങ്ങനെ ചെയ്ത് നോക്കുക. അങ്ങനെ സ്വരലയുടെ മൊത്തത്തിലൊരു ഓർമ്മ മിസ്സിൻ്റെ ഒരു കണക്ഷനായിട്ടാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കച്ചേരി മാളികയുടെ ബാക്ക് സൈഡ്. ഇത് ആക്ച്വലി ഒരു ഊട് വഴിയാണ്. മെയിനായിട്ട് മേളിൽ കൂടെയാണ് പോകേണ്ടത്. നമുക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ, മണ്ണായിരുന്നു ഇവിടെ. ഇത് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ലൈബ്രറിയുടെ മുമ്പിലാണ്. ഇതാണ് ലൈബ്രറി. അത് നമുക്ക് ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞിട്ട് വരാം. ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം, ക്യാൻറ്റീൻ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ PGക്കല്ല, ഇവിടെ PGക്ക് പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ അതായത് ഞാൻ നേരത്തെ വരികയാണെന്നല്ലേ നമ്മൾ ഒന്നിച്ചാണൊക്കെ വരുന്നതെങ്കിൽ ആദ്യം ക്യാൻറ്റീനിൽ പോകും, ഒരു കോഫി, രണ്ടുപേരും കോഫി കുടിക്കും, ഞാൻ പരിപ്പോട് കഴിക്കും. രാവിലെ വരുന്നത് പരിപ്പോട് കഴിക്കാൻ. അപ്പോൾ നേരെ പോയാലും നമ്മൾ ചാക്കോസ് ഹോസ്റ്റലിലെത്തും. ബോയ്സ് ഹോസ്റ്റലാണ്. നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല, അത് കാണാൻ നല്ല രസമാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വര. പക്ഷെ അത് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ബോയ്സ് ഹോസ്റ്റലാണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരു ഓർമ്മ, ഈ സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇതാണ് നമ്മുടെ പ്രേമത്തിലെ മറ്റേ വിമൽ സാർ ഇറങ്ങി വരുന്ന സ്ഥലം. കുറച്ചുകൂടി ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചർ ഇങ്ങോട്ട് വന്നേല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും സാറിന് പ്രേമം തോന്നിയാ? സാറിനെ കഥലക്കരെ
ഇതിലേയും ക്യാൻറ്റീനിൽ കയറാം, അതിലേയും കയറാം. അത് ഞാൻ കാണിച്ചു തരാം ഇറങ്ങുമ്പോൾ. ഇന്നെന്താ ബഹളമൊക്കെ? ആ, ഇതാണ് നമ്മുടെ ഹായ്, ഇതാണ് പ്രദീപേട്ടൻ. പിന്നെ ഇവിടെയാണ് ഇപ്പൊ ജോർജൊക്കെ ഇരുന്നത്. ഇവിടെയാണ് നമ്മുടെ കാപ്പി കുടിക്കുന്ന സ്ഥലം. ഹായ് പ്രശാന്ത് ചേട്ടാ. കാപ്പി കിട്ടി. 2 കാപ്പി തരുമോ? ഊണ് വേണ്ട, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. ഞങ്ങൾ വരുന്ന വഴി കഴിച്ചു. വിശപ്പായിരുന്നു. അല്ല, ഫ്രൈഡ് റൈസ് കഴിച്ചു. റോസ് പോൾ എങ്ങനെയാ? ഹായ് 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 സുനിലേട്ടാ, ഹൗ ആർ യു? അവിടെ പണിയെടുക്കണോ? എന്തുണ്ടാക്കുന്നേ? വെജിറ്റബിൾ സ്റ്റൂവോ? ഇതാണ് സുനിലേട്ടൻ. ശരിക്കും അതെ. അതെ, ഇതാണ് സുനിലേട്ടൻ. അതെ, പ്രോ ആയിട്ട് ഇവിടുത്തെ മെയിൻ കുക്കാണ്. ഇതാണ് നമ്മുടെ പ്രേമത്തിലെ സ്ഥലം. പരിപ്പട കിട്ടിയില്ല. ഇട ദിവസമായതുകൊണ്ട് എല്ലാം ഉണ്ടാക്കില്ല. പത്തിരിയാണുള്ളത്. ഹായ് ഗൈസ്, ഇവിടെയാണ് ജോർജും എല്ലാവരും കൂടെ മറ്റേ മുതല കുളം എന്നൊക്കെ പറയുന്ന സ്ഥലം. ഓർമ്മയുണ്ടോ മലർ മിസ്സിൻ്റെ അടുത്ത് പറയാനായിട്ട്? നമ്മൾ കോളേജിൽ വന്ന സമയത്ത് ഈ സിനിമയുടെ ഒരു സൈക്കിളാണല്ലോ വരുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് ഫസ്റ്റ് ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കും ഈ സിനിമയിൽ ഈ പോർഷൻ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയായിരുന്നു നമ്മുടെ ജോലിയായിരുന്നു അത് കുറേ നാളത്തേക്ക്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കച്ചേരിമാട് ആ ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മളെ സിനിമയൊക്കെ കണ്ടു. ആ ഒരു വൈബ് അടിക്കാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിപ്പിക്കാൻ വരുന്നൊരു സീൻ ചെയ്ത് ഓർമ്മ വീഡിയോ എടുത്തിട്ടുണ്ടോ? അതൊക്കെ എല്ലാവരും ചെയ്യും എന്തായാലും. അതിന്റെ ക്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കാം. അല്ല, നമ്മൾ ആ ഒരു വൈബിലുള്ള UC കോളേജ് എന്ന് പറഞ്ഞാൽ പ്രേമത്തിലെ കോളേജ് എന്ന് പറഞ്ഞാണ് വരുന്നത്. വന്നപ്പോൾ തൊട്ടിട്ട് അതായിരുന്നു ഈ ഇപ്പോഴാണെങ്കിലും ഞാൻ കോളേജ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ UC എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ട്രിവാൻഡ്രത്തുള്ളവർക്കൊന്നും മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയും UC-യിൽ ആണ് പ്രേമ ഷൂട്ട് ചെയ്തത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി. കാരണം അത്ര ഒരു ആ സിനിമ സംഭവം ഉണ്ടാക്കിയ അങ്ങനെയാണ് നമ്മളിവിടെ വരുന്നത്. പിന്നെ ഹായ്, വേറെ വഴി അതാണ്. ഇറങ്ങുന്നു, അവിടെ പോയിരിക്കുന്നു. അത് MB ബ്ലോക്ക്. അതിനകത്താണ് BTSP, BCom, സൈക്കോളജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, ഇനി നമുക്ക് CC-ലോട്ട് പോകാം. എന്താ റോസ്, CC ആണോ BBC ആണോ റോസ്? എടാ ഒരു അബദ്ധം, അതെല്ലാവർക്കും പറ്റൂലേ? എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ എൻ്റെ നാവിലൊക്കെ വളരെ വരുള്ളൂ. ഇതാണ് നമ്മുടെ CC. നമ്മൾ പിന്നെയും വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ. അതെ, നമ്മളിവിടെ വന്നിരിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ വന്ന സമയത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ ഫുള്ള് പുല്ലായിരുന്നു. ഓരോ സമയത്ത് ഓരോന്നല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ പുല്ലിലിരുന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ, പാട്ട് പാടി വീഡിയോ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ, ഹോളി ഇപ്പോഴും ഇവിടെ തന്നെ. ഒരു ഹോളി ഉണ്ടായിരുന്നു കോളേജിൽ, 2 ഹോളി. ഒന്നാണ് നമ്മൾ വന്നത്. ആ, ശരി. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞങ്ങളുടെ സ്കൂളിലൊന്നും ഹോളി ഇല്ലായിരുന്നു. എനിക്കും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന പിന്നെ നമ്മുടെ ഫസ്റ്റ് ഹോളി ഭയങ്കര രസമായിരുന്നു. ഇത് CC ക്രിക്കറ്റ് കോർട്ടാണ്. പിന്നെ ഇവിടെ കുറേ എന്തോ ഓർമ്മകളുണ്ട്. കാരണം നമ്മൾ കൂടുതലും വന്നിരുന്നു ആദ്യമൊക്കെ ഡിഗ്രി സമയത്ത് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ കൊറോണ കാരണം നമുക്ക് ക്ലാസ് ഇല്ല. പക്ഷെ നമ്മൾ വീട്ടിൽ ഓരോ കാരണം ഉണ്ടാക്കി ബുക്ക് മേടിക്കാൻ, എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ, അതേ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. കോളേജിലോട്ട് വരണമല്ലോ എങ്ങനെയെങ്കിലും. അപ്പം നമ്മളിവിടെ വരും. ഇവിടെ വരാൻ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും എന്തെങ്കിലും കാരണം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അതെ, ക്ലാസ് ഇവിടെ അതെ, ശരിക്കും അത്ര രസം ഇവിടെ ഇരിക്കാൻ.
നീ ആ ബിൽഡിംഗ് ഒന്നും കണ്ടിട്ടില്ലല്ലോ റോസ്? അതൊക്കെ ഇപ്പം തുടങ്ങിയതാ, ഇപ്പം പണി തുടങ്ങിയതാ. ആ ഒരു CB ബ്ലോക്ക്, അതും പകുതിക്കായിരുന്നു. CB ഇതേ ഒരു ഫ്ലൈറ്റ്, ഇതേ എപ്പോഴും ഉണ്ട് ഇവിടെ ഫ്ലൈറ്റ്. എയർപോർട്ട് അടുത്തല്ലേ, നമ്മളെപ്പോഴും ഫ്ലൈറ്റ് നോക്കി ആ സ്റ്റെപ്പിൽ. അവിടെ നമ്മൾ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാൻ നല്ല രസമായിരുന്നു. ഇല്ല, ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കി, ചാടാൻ പാടില്ല ഗ്രൗണ്ടിലേക്ക്. സോ ഓക്കെ, നല്ല രസമാണ് കാറ്റൊക്കെ ആയിട്ട്. കാറ്റടിക്കും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അവിടെ ആരും ഇല്ല. ആ മറ്റേ ക്രിസ്മസ് ട്രീക്ക്, അത് ക്വാർട്ടേഴ്സിനകത്ത് നീ കയറിയിട്ടുണ്ടോ? മറ്റേ പ്രാക്ടീസിന് വേണ്ടിയിട്ട് വന്നത്. യെസ്, അതും നല്ല രസമാണ്. അത് നമ്മുടെ ലൈബ്രറി കണ്ടോ? ലൈബ്രറി ആണ്, എന്ത് രസമല്ലേ, പഴയ ഒരു ബിൽഡിങ്. ആ റൈറ്റ് കാണുന്നതാണ് മലയാളവും എക്കണോമിക്സും ഉള്ള ബ്ലോക്ക്.